എനിക്ക് 12 വയസ്സുള്ള സമയത്താ, ചെറിയ കുട്ടിയായിരുന്ന സമയത്താ, ചില സംഗതികളൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതിൽപ്പെട്ടൊരു സംഭവമാണത്. ഉമ്മക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഈ പെരുന്നാളിന് എന്നൊരു താല്പര്യം വന്നു. അപ്പൊ എന്താ ഇപ്പൊ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോ കാശ് വേണല്ലോ. അന്നൊക്കെ ഇപ്പൊ ഇതേപോലെയുള്ള കാശ്, ഇപ്പൊ ചെറിയ കുട്ടികളെ കയ്യിൽ പോലും കാശുണ്ടാവും. അന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ, കുറച്ച് കഷ്ടപ്പാടുള്ള കാലഘട്ടമാണല്ലോ അത്. അപ്പോ എന്താ ചെയ്യാ? അപ്പൊ ഞാന് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്നും ഉമ്മ സാധനം വാങ്ങാൻ തരുന്ന പൈസകൾ, മീന്, പച്ചക്കറി, അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് അങ്ങാടി പോവാൻ ഞാനായിരുന്നു. അപ്പൊ ആ പോകുമ്പോ കിട്ടുന്ന ബാലൻസ് തുട്ടുകൾ ഉണ്ടാവും. 5 പൈസ 10 പൈസ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുട്ടുകൾ ഉണ്ടാവും. ഈ തുട്ടുകളെല്ലാവർക്കും ഒരു ചെറിയൊരു ബോക്സിൽ ഇട്ടിരിക്കുന്നു. കുഞ്ചി എന്ന് പറയും ഞങ്ങളുടെ നാടൻ ഭാഷയിൽ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് അറിയില്ല. അങ്ങനെ ഒരു മണ്ണിന്റെ ഒരു പാത്രം, ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതിലിങ്ങനെ ഇട്ട് വെക്കും ഈ പൈസകളെല്ലാം കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ ഇന്ന് ഇത് പൊട്ടിച്ചു നോക്കാം. പൊട്ടിച്ചപ്പോ കുറച്ച് ചില്ലറ കാശുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഉമ്മാക്ക് ഇതുകൊണ്ട് തന്നെ ആക്കാം ഒരു ഗിഫ്റ്റ് വാങ്ങൽ. അങ്ങനെ നേരെ പറമ്പിൽപ്പീടിയിൽ പോയി. ഞങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ ബ്രാൻഡ്, പറമ്പിൽപ്പീടിയിലുള്ള ബ്രാൻഡ് CK സ്റ്റോറാണ്. CK സ്റ്റോറ് അതിലില്ലാത്തൊരു സാധനമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് CKനോട് പറഞ്ഞു എനിക്കൊരു കുപ്പായ തുണി വേണം. അപ്പോ എങ്ങനത്തെ തുണിയാ വേണ്ടത്? അപ്പൊ ഒരു വൈറ്റ് തുണിയാ, ഉമ്മടയിലൊരു വൈറ്റ് കുപ്പായ. നേരെ അദ്ദേഹത്തിന്റെ അടുത്ത് സാധനം എടുത്തിട്ട് ശ്രീധരേട്ടന്റെ കടയിൽ പോയി, തൊട്ടടുത്ത റൂമാ. അപ്പൊ ശ്രീധരേട്ടൻ ചോദിച്ചു ആർക്കാ? അപ്പൊ ഉമ്മാന്റെ അളവൊക്കെ അവിടെ ഉണ്ട്, വീട്ടിലുള്ളവരൊക്കെ തയ്പ്പിക്കുന്ന ഷോറൂം. ഞാൻ പറഞ്ഞു ഉമ്മാക്കൊരു കുപ്പായ അടിക്കണം, അതിനാ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 5 ദിവസമാവും, അളവൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ 5 ദിവസം. ഞാൻ അങ്ങനെ 5 ദിവസം, ഈ 5 ദിവസവും ഇങ്ങനെ ഡെയിലി ഷോപ്പിൽ പോയി ഇറങ്ങിക്കൊണ്ടിരിക്കും. ശ്രീധരേട്ടന്റെ മുമ്പ് കൂടെ ഇങ്ങനെ നടന്നു നോക്കും, എങ്ങനെ അഥവാ നേരത്തെ തീർന്നുകണെങ്കിലോ, ഒരു ദിവസം നേരത്തെ തീർന്നെങ്കിൽ എനിക്കത് കൊണ്ടുപോയി കൊടുക്കാലോ, ഉമ്മാക്ക് സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കാരണം ഈ കുറച്ച് ദിവസം കൂടിയേ പെരുന്നാളിനുള്ളൂ. അപ്പൊ ഓരോ ദിവസം പോയി നോക്കും. ശ്രീധരൻ ഒരു ദിവസം പറഞ്ഞു, ആയിട്ടില്ല സലാമേ, ഈ എന്തിനാ ഡെയിലി ഇങ്ങനെ വരുന്നത്, ഞാൻ എന്നോടാട് പറയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല ശ്രീധരേട്ട, എന്നാലും നോക്കിയതാണ്, വന്ന് നോക്കിയതാ. ഏതായാലും ആ പറഞ്ഞ 5ാമത്തെ ദിവസം തന്നെ സാധനം കിട്ടി. ഒരു പേപ്പറിൽ, സാധാരണ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട്, അങ്ങനെയാണ് അന്നൊക്കെ, വലിയ കവറും കീസൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ചുരുട്ടി മടക്കിയിട്ട് എന്റെ കയ്യിൽ തന്നു. ഞാനത് കിട്ടിയൊരു സന്തോഷം നിങ്ങളോടൊന്നും പറഞ്ഞാൽ മതിയാവില്ല. ആ ഷർട്ട് കിട്ടി നേരത്തുള്ള എന്റെ സന്തോഷം എന്റെ ഉമ്മാക്ക് കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ ഗിഫ്റ്റാ. 12 വയസ്സേ എനിക്കായിട്ടുള്ളൂ. വീട്ടിൽ പോയി, വീട്ടിൽ നിന്ന് ഈ സാധനം ഉമ്മ കാണാതെ, വളരെ സസ്പെൻസ് കൊടുക്കണല്ലോ, ഇതിങ്ങനെ എടുത്തു കൊടുത്താൽ അതിനൊരു രസം ഉണ്ടാവില്ല, ഒരു ഹരം ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ കാണാതെ, ആരും കാണാതെ ആ സാധനം കൊണ്ടുപോയി അകത്ത് വെച്ചു. അസ്ർ നമസ്കാരം സാധാരണ അന്നത്തെ സ്ത്രീകൾ ചെയ്യാം, മഗ്‌രിബിനോട് അങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക ചെയ്യാം. എന്തിനാന്ന് പറഞ്ഞാല് സമയം ലാഭിക്കാനാണ്, സമയം ഉണ്ടാവില്ല. അപ്പോ ആ മഗ്‌രിബ് നിസ്കരിക്കേണ്ട ടൈമിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് പെട്ടെന്ന് പോയി അസ്ർ നിസ്കരിക്കാൻ പോയി. ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം ബാക്കി പണിയിലേക്ക് ഇറങ്ങാൻ. ഉമ്മക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മൂഡ് എപ്പോഴാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ, ഉമ്മ കാണാതെ. അങ്ങനെ ഇതൊരു നല്ല സമയമാണ്, നിസ്കാര കുപ്പായ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അപ്പൊ നല്ലൊരു സമയമാണ് വിചാരിച്ചു. ഞാൻ ഈ സാധനം കൊണ്ടുപോയി കൊടുത്തു. നല്ല ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് അമ്മച്ചേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അമ്മ അങ്ങനെ എടുത്തു നോക്കി. എന്താ ഉമ്മ കുറച്ചൊരു ഗൗരവത്തിന്റെ ആളാ. സാധാരണ അങ്ങനെ തേനേമാനെന്നൊന്നും വിളിക്കണം അമ്മല്ല, കുറച്ച് സ്ട്രോങ്ങാ. ഉമ്മ അങ്ങനെ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ ആ പൊതിയിലേക്ക് നോക്കി, എന്താണിത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ അത് തുറന്നു നോക്കി. അപ്പൊ തുറന്നു നോക്കുമ്പോ ഒരു ഷർട്ട്, നല്ല ഭംഗിയുള്ളൊരു ഷർട്ട്. ശ്രീധരേട്ടനോട് എനിക്ക് അന്ന് സന്തോഷം, ഭയങ്കര സന്തോഷം തോന്നി ശ്രീധരേട്ടനോട്. കാരണം ശ്രീധരേട്ടനത് അടിച്ചത് ഭയങ്കര ഭംഗിയായിട്ടാണ് അടിച്ചത്. അപ്പൊ ഉമ്മ ഭയങ്കര സന്തോഷമുണ്ട്, വല്ലാത്തൊരു വികാരത്തോട് കൂടിയിട്ട് ഉമ്മ ചോദിച്ചു, എവിടുന്ന് തന്നെ എനിക്ക് ഇതിന് കാശ് എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങാൻ തരുന്ന അതിന് കുറേശ്ശെ ഇങ്ങനെ 5ഉം 10ഉം പൈസക്ക് വെച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആ പൈസ ഒരു കുട്ടിയതാണ്. ഓ, അപ്പൊ ഉമ്മക്ക് ഭയങ്കര സന്തോഷായി. ഈ കുറച്ചൊരു ഗൗരവത്തിലൊക്കെ ഉള്ള ഉമ്മ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത്ര ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണ്. എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഉമ്മാന്റെ മുഖം ഇങ്ങനെ കാണാൻ പറ്റും അതിങ്ങനെ പറയുമ്പോൾ. ഉമ്മ പറഞ്ഞു, എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഉമ്മാന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു, കരഞ്ഞു വൈമ്മ. അങ്ങനെ പിന്നെ
അവിടെ നിന്നിട്ട് ഒരു നല്ല പ്രാർത്ഥന നടത്തി. ഒരു നല്ല പ്രാർത്ഥന. ആ നിസ്കാര കുപ്പായത്തിൽ നിന്നിട്ട് ഒരു നീണ്ട പ്രാർത്ഥന. അള്ളാഹു എന്റെ മകന് ബർക്കത്ത് കൊടുക്കണേ, ഹൈറ് കൊടുക്കണേ, ഉയർന്ന അവസ്ഥ കൊടുക്കണേ, ഉയർന്ന ജീവിത നിലവാരം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അവിടെ നിന്നിട്ട് നന്നാക്കി പ്രാർത്ഥിച്ചു. ആ 25 രൂപ കൊണ്ട് വാങ്ങിയ എന്റെ സമ്മാനമാണ് എനിക്ക് ആദ്യമായി ഉമ്മക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം. ആ സമ്മാനത്തിന് ഉമ്മ തന്ന സമ്മാനമാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.